ഞാൻ 1 വർഷം ആയുള്ളൂ ഇവിടെ. ദിയ ചേച്ചി എന്നെക്കാളൊക്കെ സീനിയറാ. ഞാനിവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും എനിക്ക് വേണ്ട ഗൈഡൻസ് തന്നൊക്കെ ദിയ ചേച്ചിയായിരുന്നു. ഹായ്. കുഞ്ഞുമണി വല്ലതും കഴിച്ചോ? എന്നാ മോൾ ഉറങ്ങിക്കോട്ടോ. ആന്റി എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് കളിക്കാവേ. വാവേട് വാവ് മാറാൻ ദിയ ആന്റി തമ്പായിനോട് പ്രാർത്ഥിക്കുവോ? ആന്റിയും പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിക്കാട്ടോ. മോൾ ഇത് വെച്ച് പ്രാർത്ഥിച്ചോട്ടോ. എല്ലാ ഉവാവും പെട്ടെന്ന് മാറിക്കോളും. ക്രിട്ടിക്കലാണല്ലോ ചേച്ചി. 901 ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ തന്നെ സോൾവ് ചെയ്യണോ അതോ ഹെഡിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി ചേച്ചി? ഇതെന്താ ചേച്ചി ഈ നേരത്തെ ഒരു പ്രാർത്ഥന? നമ്മൾ ആ കൊച്ചിനോട് പറഞ്ഞല്ലേ പ്രാർത്ഥിക്കാന്ന്. എല്ലാവരും പ്രാർത്ഥിക്കാൻ നീക്കും, പക്ഷെ ആരും ചെയ്യാറില്ല. പ്രാർത്ഥന മാറ്റിവെച്ചാലേ വലിയൊരു കട. ഇനി മേലെ ഇവിടെ ഇങ്ങനെ വരരുത്. ഈ കോളത്തിൽ വന്നാൽ ഞാൻ പറയില്ല എൻ്റെ അപ്പനാന്ന്. വീട്ടിലെ വേലക്കാരനാന്നേ പറയൂ. ഞാനങ്ങ് വരട്ടെ. ഈ പഴയതൊക്കെ എടുത്ത് കത്തിച്ച് കളയുള്ളൂ. പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്കും ബാങ്കിലെ ലോണും ശരിയാവും. പിന്നെ എൻ്റെ സാലറി. തൽക്കാലം അപ്പൻ ഇത് കൊണ്ടുപോയി പണയം വയ്ക്കും. ആ ടെസ്റ്റെങ്കിലും സമയത്തിന് നടക്കട്ടെ. പിന്നെ പുതിയൊരു ഷർട്ടും മുണ്ടൊക്കെ മേടിച്ചേക്കണം. കൊച്ചെന്തെങ്കിലും കഴിച്ചാ? സമയത്ത് കഴിക്കണേ. ശരി. ആരയച്ചത്? എൻ്റെ അപ്പനാ. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അപ്പം വാർക്കപ്പുറത്തുനിന്നൊന്ന് വീണു. നടുവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിട്ടും പറ്റാവുന്ന പണിയൊക്കെ എടുത്ത് ആ പാവ എന്നെ പഠിപ്പിച്ചത്. ഇപ്പം അമ്മയുടെ ഓപ്പറേഷൻ എടുത്തതിൻ്റെ ടെൻഷൻ അപ്പന്. ചേച്ചി കിഡ്നി കൊടുക്കുന്നതിന് പേടിയില്ലേ? സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? ചേട്ടാ, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ചേച്ചി എന്തായാലും തിരിച്ചു വരും. ആരോടെ എന്തെങ്കിലും ഇഷ്ടം? ഏയ്, ഈ ഹോസ്പിറ്റലിൽ തന്നെ എത്ര പേരെ ചേച്ചി പ്രപ്പോസ് ചെയ്തെന്നറിയാവോ? പക്ഷേ ചേച്ചിക്ക് ആരും ഇഷ്ടമല്ലായിരുന്നു. ചേച്ചിക്ക് എന്തോ ആരോട് ഇതുവരെ അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടില്ല എന്നാ ചേച്ചി പറയാറ്. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ഇഷ്ടം തോന്നുന്ന ഒരാൾ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ് ദീ ചേച്ചി. ചേട്ടൻ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ദീ ചേച്ചിയെ പറ്റി ചേട്ടനോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഏതോ ഒരാളെ കാത്തിരിക്കണ ദിയ ചേച്ചി പറയാറില്ലേ, ആ ഒരാള് ഞാനാണ്. നീ നോക്കിക്കോ, ഇനി 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവളെ കണ്ടിരിക്കും. യെസ്, ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കാണാത്ത പെണ്ണിന്റെ പുറത്ത് നടക്കണേന് ഭ്രാന്തെന്നും വട്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കണേന് തുടക്കം പോലും നീ മാത്രം കൊടുക്കാത്ത സപ്പോർട്ടാണല്ലോ. ആ എന്താടാ? എടാ, ആർക്ക് കാണാൻ പറ്റിയില്ലേനും എനിക്ക് കാണാൻ പറ്റേണ്ടത് നിന്റെ മനസ്സ്.
ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കണ്ണും വേണ്ട കാണേം വേണ്ട. ഡെനി, ഉം. നിനക്ക് ഇന്ന് വരെ ആരെയും കാണണമെന്ന് തോന്നിയിട്ടില്ലേ? നിനക്കൊരു കാര്യം അറിയില്ലല്ലോ, എന്നെപ്പോലെ പാടില്ലാത്ത പിള്ളേരില്ലേ, ഞങ്ങളെക്കാലൊക്കെ കൂടുതൽ വേദനിക്കണത് ഞങ്ങളുടെ അപ്പനമാരൊക്കെയാണ്. അതുകൊണ്ട് അപ്പൻ്റെ അമ്മയുടെ മുഖം ഒന്ന് കാണണമെന്ന് തോന്നും. പിന്നെ നിങ്ങളെയൊക്കെ കണ്ണ് കാണാൻ പറ്റില്ലെങ്കിൽ എന്താ? ദൈവം നിനക്ക് പാടമുള്ള കഴിവ് തന്നിട്ടില്ലേ? പുട്ടാലു പാടിപ്പാടി നീ കുറെ കാശുണ്ടാക്കല്ലടാ. എൻ്റെ 1000 വെള്ളിയുള്ള പാട്ടിന് 500 ഇടണ ആരാന്നൊക്കെ എനിക്കറിയാട്ടാ. നീ പൈസ ഇടണൊക്കെ എനിക്ക് മനസ്സിലാവണ്ടാ. പിന്നെ അതിൻ്റെ കഴിവിന് ഇടണ അംഗീകാരമുള്ളതെന്ന് ഓർത്തിട്ട് അഭിമാനത്തോടുകൂടി ഞാൻ സ്വീകരിക്കണമെന്ന് മാത്രം. ആഹാ, ഓ അല്ലെങ്കിൽ കുറെ കൊത്തി. നീ പോടാ ഉണക്കസ്രാവേ. വാടാ പിടിക്ക്. എൻ്റെ ഷൂ ഇവിടെ ഇല്ലേ? കിട്ടിയ ഷൂ? ആ കിട്ടി. കർത്താവ് ജസ്റ്റാണല്ലോ. ആ അപ്പം നിങ്ങൾ സംസാരിക്ക്, ഞാനിവിടെ എവിടെ നടന്ന് തട്ടി വീണോളാം. നീ ഇവിടെ ഇരുന്ന് ഷൂ ഒക്കെ ഇട്, ഞാൻ പോരാ. എവിടെ? ഇരിക്കും അവിടെ ഇരിക്കും. തന്റെ തീരുമാനത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. ഈ സ്പാർക്ക് അടുത്ത മാസം എൻ്റെ കല്യാണോടും. തനിക്ക് സ്പാർക്ക് വരാൻ വേണ്ടി എത്ര കാലം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാ. പക്ഷെ വീട്ടുകാരെ സമ്മതിക്കുന്നില്ലടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, മിന്നി കെട്ടുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് എന്നെ വിളിച്ച ഞാൻ ഇറങ്ങി വരാട്ടോ. സോറിഡോ. ഇതൊക്കെ എന്ത് പറ്റാണ്? അത് ഞാവൽപ്പഴം വീണ എൻ്റെ പാടാ. ഞാവൽപ്പഴോ? ആ ഫസ്റ്റ് താനേ ഈ ലോകം മുഴുവൻ ഞാവൽപ്പഴം അന്വേഷിച്ചു കിടന്നപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു ഞാവൽ മരം. താനത് കണ്ടില്ല. ഇത് കഴുകിയ പൊക്കോളൂ. അത് കരയണം, കഴുകിയ പോയില്ല. ഓ എന്നാ പോട്ടെ സഹോദര.